യോനായെ എനിക്കിഷ്ടമാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. പ്രധാനമായി ഒരു ചെറിയ മനുഷ്യൻ ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ പോലും 3 ദിനരാത്രങ്ങൾ സൗകര്യമായി യാത്ര ചെയ്യാൻ ആ മനുഷ്യന് സാധിക്കും. ആയതിനാൽ തന്നെ ഏതൊരു അസൗകര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് യോന. രണ്ടാമത്തെ കാരണം, തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് അതോടൊപ്പം തന്നെ നിഷ്കളങ്കതയോടെ മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കുന്ന ഒരു തുറന്ന മനസ്സുള്ള മനുഷ്യൻ, അത് ദൈവത്തോട് പോലും. മൂന്നാമതായി, അഥവാ ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ അകന്ന് പോകുമെങ്കിലും ദൈവത്തെ ഒരിക്കലും കൈവിടാതെ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, പ്ലാനിലേക്ക് തിരികെ വരുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ദൈവവും യോനായെ ഒരിക്കലും കൈവിടുന്നില്ല. ഒരു പ്രത്യേക ചോദ്യം ഇതാണ്, പ്രത്യേകിച്ച് യോനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു യോന. ഇങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായി അടിയറവ് വയ്ക്കുമ്പോൾ ഈ ഒരു പച്ചയായ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എവിടെയാണ്? സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരു മനുഷ്യനും സാധിക്കില്ലേ? യോനായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇതാണ്: അമിത്തായിയുടെ പുത്രൻ യോനായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോനയ്ക്ക് ഈ അരുളപ്പാട് അത്ര പിടിച്ചില്ല. ആ മനുഷ്യന് ഇഷ്ടം നിനിവയ്ക്ക് പോകുന്നതിന് പകരം താർശിഷിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യോന ജോപ്പയിലെത്തുന്നതും സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് ടിക്കറ്റ് എടുത്ത് താർശിഷിലേക്കുള്ള കപ്പലിൽ കയറുന്നതും. അങ്ങനെ കപ്പലിൽ കയറി തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആ മനുഷ്യൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കപ്പലിൻ്റെ ഏറ്റവും അടിയിലുള്ള ആ ലോവർ ഡെക്കിൽ പോയി സൗകര്യമായി കിടന്നുറങ്ങി. പക്ഷേ അവിടം മുതലാണ് പ്രതിസന്ധികളുടെ നൂലാമാലകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുന്നത്. വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു, തിരമാലകൾ ആഞ്ഞടിക്കുന്നു ഈ കപ്പലിൽ. അങ്ങനെ അവസാനം ഞറുക്കിട്ട് ഈ ഞറുക്ക് പാവം യോനയുടെ പേരിൽ തന്നെ വരുന്നു. കപ്പൽ യാത്രക്കാർ ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, വീണ്ടും പ്രശാന്തമായ അന്തരീക്ഷം സംജാതമാക്കാൻ യോനായുടെ കൈയും കാലും പിടിച്ച് കടലിലേക്ക് വലിച്ചെറിയുന്നു. യോന യഥാർത്ഥത്തിൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തൻ്റെ തീരുമാനം എടുക്കുകയായിരുന്നു. പ്രസക്തമായ ചോദ്യം ഇതാണ്: എവിടെയാണ് യോനയെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം? ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ മനുഷ്യന് സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുമോ? പ്രത്യേകിച്ച് നമുക്ക്, ഭാരതീയരായ നമുക്ക്, ഓഗസ്റ്റ് മാസം അടുക്കുമ്പോൾ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള ചിന്തകൾ കൂടുതൽ മനസ്സിൽ കടന്നു വരുന്നു. മഹാത്മാഗാന്ധി മുതലുള്ള ആദർശശാലികളായ നേതാക്കന്മാരുടെ ത്യാഗത്തിൻ്റെയും കഠിന പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ്
ഭാരതം സ്വാതന്ത്ര്യ ഭൂമിയായി മാറിയത്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിലെ ആ സ്വാതന്ത്ര്യലബ്ധിയുടെ അവസരത്തിൽ സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ പ്രധാനമന്ത്രിയായി മാറിയ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: At the stroke of the midnight hour, when the world sleeps, India will wake up to life and freedom. അതായത് പാതിരാമണി അടിക്കുന്ന നേരം, പാരിലെ ജനത മുഴുവൻ നിദ്രയിൽ ആണ്ടിരിക്കുമ്പോൾ ഭാരതം ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉയർത്തെഴുന്നേൽക്കും. അതേ പ്രഭാഷണത്തിൽ നെഹ്റു മറ്റൊരു വാക്യം കൂടെ കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി. അതായത് സ്വാതന്ത്ര്യവും അധികാരവും നമുക്ക് കൊണ്ടുവന്നു തരുന്നത് ഉത്തരവാദിത്വമാണ്, കടമകളാണ്, കർത്തവ്യങ്ങളാണ്. മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യത്തെപ്പറ്റി നമ്മോട് നൽകുന്ന ചില ചിന്തകളിൽ ഈ കടമകളെ, ഒരു പൗരനെന്ന നിലയ്ക്ക് നമ്മൾക്ക് കടന്നു വരുന്ന ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞത് ഇപ്രകാരമാണ്: വി ആർ അവർ ഓൺ സ്ലേവ്സ്, നോട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. ദിസ് ഷുഡ് ബി എൻഗ്രേവ്ഡ് ഇൻ അവർ മൈൻഡ്സ്. നാം ആണ് നമ്മുടെ അടിമകൾ, ബ്രിട്ടീഷുകാരുടേതല്ല. ഈ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെടണം. എങ്കിൽ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? യുവജന മതബോധന ഗ്രന്ഥമായ യുകാറ്റിൽ അതിൻ്റെ 286 ഖണ്ഡികയിൽ ഈ ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്: എന്താണ് സ്വാതന്ത്ര്യം? അത് എന്തിനാണ്? ഉത്തരം വിചിന്തന വിഷയം ആക്കാവുന്നതാണ്. സ്വന്തം തീരുമാനപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുന്നതിന് ദൈവം തരുന്ന ദാനമാണ് സ്വാതന്ത്ര്യം. സ്വന്തം തീരുമാനപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്നതിന് ദൈവം തരുന്ന ദാനമാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനായുള്ള മനുഷ്യൻ മറ്റാരുടെയെങ്കിലും സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ സ്വന്തം തീരുമാനം പ്രകാരം ഒരു മനുഷ്യന് പ്രവർത്തിക്കുവാൻ ആകുമെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും അനുസരിച്ച് ആകുമെങ്കിൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. തുടർന്ന് മതബോധന ഗ്രന്ഥത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള യുകാറ്റിൽ വ്യക്തമാക്കുന്നു: സ്വതന്ത്രരായ മനുഷ്യരെന്ന നിലയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നന്മയെ, യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നന്മയെ, അതായത് ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നാം അപ്രകാരം സ്വതന്ത്രരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാം എത്ര കൂടുതൽ നന്മ ചെയ്യുന്നുവോ അത്ര കൂടുതൽ സ്വതന്ത്രരായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നാം കൂടുതൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, വികസനത്തിനു വേണ്ടി നന്മ പ്രവർത്തിക്കുമ്പോഴാണ്. ബെനഡിക്ട് 16 പാപ്പ 2005 ഡിസംബർ മാസം 8 സ്വാതന്ത്ര്യത്തെപ്പറ്റി വിചിന്തനം നടത്തിയത് ഏറെ അർത്ഥപൂർണമാണ്. ബെനഡിക്ട് പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവകരങ്ങളിൽ സ്വയം കൈയാളിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ കളിപ്പാവ ആകുന്നില്ല.
അപ്പോൾ ദൈവത്തിൽ സമർപ്പിക്കുന്ന വ്യക്തി ഒരിക്കലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കളിപ്പാവയല്ല. മുഷിപ്പുണ്ടാക്കുന്ന അസ്വാതന്ത്ര്യത്തിനാകുന്നില്ല. അവന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുമില്ല. ദൈവത്തിന് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്ന മനുഷ്യൻ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിതം നന്മയ്ക്കായി സമർപ്പിക്കുമ്പോഴാണ്. ബെനഡിക്ട് പാപ്പ തുടർന്നെഴുതുന്നു, നന്മയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ സർഗാത്മകമായ അപരിമേയത്വം കണ്ടെത്തുന്നുള്ളൂ അങ്ങനെയുള്ള വ്യക്തികൾ. ദൈവത്തിലേക്ക് തിരിയുന്ന മനുഷ്യൻ ചെറുതാകുകയല്ല, കൂടുതൽ വലുതാകുകയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ ദൈവത്തിലൂടെയും ദൈവത്തോടു കൂടെയും അയാൾ മഹനീയനാകുന്നു. അവൻ ദൈവീക മനുഷ്യനാകുന്നു. അയാൾ യഥാർത്ഥത്തിൽ അയാൾ തന്നെയായി തീരുന്നു. അതാണ് ബെനഡിക്ട് 16 പാപ്പ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറഞ്ഞത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ, പ്ലാനിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കളിപ്പാവയാകുകയല്ല, പ്രത്യുത ആ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരികയാണ്. അങ്ങനെ യഥാർത്ഥ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ നന്മയാണ്, മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന, അനുഗ്രഹമായി മാറുന്ന ഒന്നായി തീരുന്നു. ഇപ്രകാരം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗം ചരിത്രത്തിൽ ഏറ്റവും മാതൃകയായി നമുക്ക് മുൻപിൽ വിനിയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം മുതൽ നാം അത് വായിച്ചു കേൾക്കുന്നു. അവൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സമസ്തവും സമ്പൂർണമായി സമർപ്പിച്ച വ്യക്തിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വിശുദ്ധഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ കന്യകാമറിയം ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു അടിയറവ് വയ്ക്കുകയല്ല, പ്രത്യുത തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുകയാണ്. മാലാഖയുടെ വചനം ശ്രവിച്ച പരിശുദ്ധ കന്യകാമറിയം 3 കാര്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരുന്നു. വിശ്വാസത്തോടുകൂടെയുള്ള പ്രതിജ്ഞാബദ്ധത ഉണ്ടായിരുന്നു. അത്യുന്നതൻ്റെ ശക്തി തൻ്റെ മേൽ കടന്നു വരും. പരിശുദ്ധാത്മാവ് തനിക്ക് അനുഗ്രഹമായി മാറും. ഒന്നും ദൈവത്തിന് അസാധ്യമല്ല. അങ്ങനെ ഒന്നും അസാധ്യമല്ലാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് ഇതാ അങ്ങയുടെ ദാസി, അങ്ങേ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ കന്യകാമറിയം സമ്പൂർണമായി സമർപ്പിക്കുക. അത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമായി മാറുന്നു. അത് പ്രായോഗിക ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക ശുശ്രൂഷയിലൂടെയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുക, അവൾ തിടുക്കത്തിൽ ആ മലമ്പ്രദേശത്തുള്ള ഒറ്റടി പാതയിലൂടെ പോകുക എലിസബത്തിൻ്റെ ഭവനത്തിലേക്കാണ്. വാർദ്ധക്യത്തിൽ ഗർഭിണിയായവൾ, അതുവരെ വന്ധ്യെന്നറിയപ്പെട്ടിരുന്നവൾ, മാത്രമല്ല ആകെ ആശ്വാസവാക്കുകൾ പറയുവാൻ സാധിക്കുന്ന സക്കറിയാസ് ഇതാ മൗനിയായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ആ ഭവനത്തിലേക്ക് മറിയത്തിൻ്റെ സാന്നിധ്യം എത്രയോ വലിയ അനുഗ്രഹമായി മാറുന്നു. അവർക്ക് നൽകുന്ന ആ ശുശ്രൂഷ എത്രയോ വലുതായി മാറുന്നു, വിലയുറ്റതായിത്തീരുന്നു. അവളുടെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ആ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടുന്നു. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഭവം യഥാർത്ഥ സ്വാതന്ത്ര്യം ശുശ്രൂഷയാണെന്നും
യഥാർത്ഥ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ആനന്ദവും ആശ്വാസവും പകരുന്നതാണെന്നും പരിശുദ്ധ മറിയം തൻ്റെ ജീവിതം വഴി നമ്മോട് പറഞ്ഞു തരുന്നു. ആഴത്തിലുള്ള ആനന്ദം അനുഭവിച്ചവളാണ് ഈ സ്വാതന്ത്ര്യത്തിലൂടെ നടന്നു നീങ്ങിയ പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47 മുതലുള്ള തിരുവചനങ്ങളിൽ നാം അത് ഈ ആഴത്തിൽ അനുഭവിച്ച ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആരവം അവൾ ആ സ്തോത്രഗീതത്തിലൂടെ ആലപിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ ആനന്ദിക്കുന്ന, ആ സമർപ്പണത്തിലൂടെ സാഫല്യം കണ്ടെത്തുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥതലങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ ആ കല്യാണ വിരുന്നിൻ്റെ ആഘോഷത്തിൻ്റെ അവസരത്തിൽ ആ ആഘോഷത്തിൻ്റെ ആരവം കെട്ടടങ്ങാതിരിക്കുവാൻ അവളുടെ സാന്നിധ്യം എത്രയോ കരണീയമായി. അങ്ങനെ ആഘോഷത്തിൻ്റെ പുതുവീഞ്ഞ് ആ കുടുംബത്തിന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ അവർക്ക് പകർന്നു കൊടുക്കുന്നു. സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാനാണ്. സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ശുശ്രൂഷയായി മാറുമ്പോഴാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കാൽവരിയിലെ ആ കുരിശിൻ്റെ ചുവട്ടിൽ അരുമമകൻ പിടഞ്ഞ് മരിക്കുമ്പോൾ ഇതാ അമ്മ കൂടെയുണ്ട്. ആശ്വാസത്തിൻ്റെ സാന്നിധ്യം. ദുഃഖത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിൽക്കുമ്പോഴും പ്രത്യാശയോടുകൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ ആ സാന്നിധ്യം എത്രയോ അനുഗ്രഹമായി മാറുന്നു. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ദുഃഖത്തിൻ്റെ കഥനത്തിൻ്റെ വേളയിലും ഇതാ അമ്മ അതിന് ഉപകരണമായിത്തീരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. ഫാദർ ബോബി ജോസ് കട്ടിക്കാട്ടിൻ്റെ ഓർഡിനറി എന്ന പുസ്തകത്തിൽ ഈ വിചിന്തനം മനോഹരമായി നൽകുന്നുണ്ട്. ആ പാദുകം അഴിച്ചു വയ്ക്കാൻ നേരമായി എന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിതം തിരിച്ചുവിടുവന്ന സമയത്ത് പല സുരക്ഷിതത്വത്തിൻ്റെയും പാദുകങ്ങൾ അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ ആ ചെരിപ്പ് ഇനിയൊരു ബാധ്യതയാണെന്നാണ് ബോബി ജോസ് അച്ഛൻ പറയുക. ആ ചെരിപ്പ് ഉപേക്ഷിച്ച് ഇനിയുള്ള 40 സംവത്സരങ്ങൾ അവരോടൊപ്പം സഞ്ചരിക്കാൻ അയാളിനി തയ്യാറാണ്. അങ്ങനെ രാജകൊട്ടാരത്തിൻ്റെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച്, തൻ്റെ ചെരിപ്പ് പോലും ഉപേക്ഷിച്ച് തൻ്റെ ജനത്തോടൊപ്പം നീങ്ങുമ്പോഴാണ്, അവർക്ക് നേതൃത്വത്തിൻ്റെ സാന്നിധ്യമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ മോശ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ആ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ. തുടർന്ന് ബോബി ജോസച്ചൻ പറയുന്നു, സാധാരണക്കാരുമായി ഉരഞ്ഞുരഞ്ഞ് സ്ഫുടം വെക്കാത്ത നിങ്ങളുടെ ജീവിതം എത്ര ദരിദ്രമാണ്. കാറിൽ മാത്രം പള്ളിയിൽ പോകുന്ന വിശ്വാസിയെ പോലെ കാർ ടു കാർപ്പറ്റ് ജീവിതം. അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെയുമായി ഒരുമിച്ച് അവർ നന്മയ്ക്കായി ജീവിക്കുമ്പോൾ ജീവിതം പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നു. പല കാര്യങ്ങളും ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടി വരും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുമ്പോൾ. ഗാന്ധിജിക്ക് മേൽക്കുപ്പായമായിരുന്നു ഒഴിവാക്കേണ്ട പാതകം, ബോബി ജോസച്ചൻ എഴുതുന്നു. മദർ തെരേസയ്ക്ക് അത് പരമ്പരാഗത സഭാവസ്ത്രമായിരുന്നു. രാമകൃഷ്ണ പരമഹംസന് അത് പൂണൂലും. എന്തിനാണ് ഒത്തിരി പവിത്ര സൂചനകൾ കൊണ്ട് ഇഴയുണ്ടാക്കിയ ആ അടയാളത്തെ ഉരിഞ്ഞുമാറ്റിയതെന്ന് ശിഷ്യൻ അമ്പരന്നപ്പോൾ ഏതാണ്ടിങ്ങനെയായിരുന്നു ഗുരുവിൻ്റെ മറുപടി. 8 തരം ബന്ധനങ്ങളിലാണ് മനുഷ്യരാശി തുറുങ്കിലായിരിക്കുന്നത്: ജാതി,
സംസ്കാരം, ദ്വേഷം, ഭയം, അപമാനം, അംഗീകാരം, പ്രശസ്തി, അഹം എന്നിവയിൽ. ഇങ്ങനെയുള്ള ഈ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സ്വതന്ത്രനാകുന്നു എന്ന് പറയുന്നത്. നാം നമ്മുടെ സ്വാർത്ഥതയിലും അഹത്തിലും ആയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ബന്ധനത്തിൽ തന്നെയാണ്. എന്നാൽ നാം ആഴത്തിൽ ഉള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, വ്യർത്ഥമായ പല പാതുകങ്ങളും അഴിച്ചു മാറ്റുമ്പോഴാണ്. യുവൽ നോഹ് ഹരാരിയുടെ ഇപ്പോൾ ഏറെ പ്രശസ്തമായിരിക്കുന്ന ഹോമോ ദേവൂസ്, സാപ്പിയൻസ് എന്ന ആ പുസ്തകത്തിന് ശേഷം ഇറക്കിയ ഹോമോ ദേവൂസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമോറോ, അതിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ നടന്നു നീങ്ങാത്തതുകൊണ്ട് എത്രയോ നൂറ്റാണ്ടുകളായി ഇതുപോലുള്ള ബന്ധനങ്ങളിലാണ് മനുഷ്യൻ എന്നാണ്. അറ്റ് ദ ഡോൺ ഓഫ് ദ തേർഡ് മില്ലേനിയം, ഈ മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ പുലരിയിൽ, ഹ്യൂമാനിറ്റി വേക്സ് അപ്പ് സ്ട്രെച്ചിങ് ഇറ്റ്സ് ലിംസ് ആൻഡ് റബ്ബിങ് ഇറ്റ്സ് ഐസ്. ഇപ്പോഴും മനുഷ്യകുലം ഉണർന്നെഴുന്നേൽക്കുന്നത് കണ്ണു തിരുമ്മിക്കൊണ്ടും ഈ തൻ്റെ ലിംസ് നിവർത്തിക്കൊണ്ടുമാണ്. റിമനൻസ് ഓഫ് സം ഓഫുൾ നൈറ്റ്മെയർ ആർ സ്റ്റിൽ ഡ്രിഫ്റ്റിംഗ് അക്രോസ് ഇറ്റ്സ് മൈൻഡ്. ഇങ്ങനെ മനസ്സിൽ നൂറ്റാണ്ടുകളായി മനസ്സിനെ ബന്ധിച്ചിരുന്ന പല കാര്യങ്ങളുടെയും ബന്ധനത്തിലാണ് മനുഷ്യൻ. തുടർന്ന് എഴുതുന്നു, ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ദി ആൻസേഴ്സ് ടു ദിസ് ക്വസ്റ്റ്യൻ റിമെയിൻഡ് അൺചേഞ്ച്ഡ്. പല ആയിരം വർഷങ്ങളായി, സഹസ്രാബ്ദങ്ങളായി ഇങ്ങനെ പല ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ്. The same three problems preoccupied the people of 20th century China, of medieval India and of ancient Egypt. ഇതേ ഒരേ ചോദ്യങ്ങളുടെ ഉത്തരം നൽകാത്ത ചോദ്യങ്ങൾ പുരാതന ചൈനയിലെ ജനങ്ങളും മധ്യയുഗത്തിലെ ഇന്ത്യയും പുരാതന ഈജിപ്തിലുമൊക്കെ ഒരേ ചോദ്യങ്ങൾ, ഒരേ പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ 3 പ്രതിസന്ധികൾ: ഫാമിൻ, ദാരിദ്ര്യം, പ്ലേഗ്, രോഗം, ആൻഡ് വാർ, യുദ്ധം. ഇങ്ങനെ ഈ പ്രതിസന്ധികളുടെ, ഈ ബന്ധനങ്ങളുടെ എല്ലാം കുരുക്കിലാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നാം എപ്രകാരം ചെയ്യണം എന്നും നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്ക് യോനായിലേക്ക് തിരികെ വരാം. യോന കർത്താവിൻ്റെ ആദ്യ അരുളപ്പാടുണ്ടായപ്പോൾ തൻ്റെ സ്വാർത്ഥ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് താർശിഷിലേക്ക് കപ്പൽ കയറുന്നു. പക്ഷേ ദൈവം ആ മനുഷ്യനെ കൈവിടുന്നില്ല. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുക, അങ്ങനെ ദൈവം നിയോഗിച്ച ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ആയിരുന്നുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ വിമോചകനായ ആ ദൈവത്തെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യോന പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അങ്ങനെ കഷ്ടതയുടെ നിമിഷങ്ങളിൽ ഉത്തരമരുളുന്ന ഒരു ദൈവത്തിലാണ് യോന വീണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അങ്ങനെ നിലവിളി ശ്രവിക്കുന്ന ആ ദൈവത്തിൻ്റെ ഹിതത്തിൽ ആ മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം, വില കണ്ടെത്തുന്നു. അങ്ങനെയാണ് വീണ്ടും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ആ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് തൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ യോന തീരുമാനമെടുക്കുന്നത്. അപ്രകാരം നിനിവയിൽ ചെന്ന് ദൈവം ആവശ്യപ്പെട്ട പ്രകാരം പ്രഘോഷിക്കുമ്പോൾ ഇതാ പരിവർത്തനമുണ്ടാകുന്നു, നന്മയുണ്ടാകുന്നു. ജനതയ്ക്ക് പുതിയ ഒരു ജീവിതം സംജാതമാകുന്നു. അവിടെയും
യോനായിലെ പച്ച മനുഷ്യൻ വീണ്ടും പ്രത്യക്ഷനാകുമെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധമായ പദ്ധതിക്ക് മുൻപിൽ സ്നേഹത്തോടെ അത് സ്വീകരിക്കുകയും ആ പദ്ധതി അനുസരിച്ച് നന്മയ്ക്കായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം മനുഷ്യൻ അനുഭവിക്കുന്നത് എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് നമുക്ക് ലഭിക്കുക. ഓഗസ്റ്റ് മാസം തന്നെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു വലിയ വിശുദ്ധൻ ഉണ്ട്, വിശുദ്ധ അഗസ്തീനോസ്. യഥാർത്ഥത്തിൽ കുത്തഴിഞ്ഞ പാരതന്ത്ര്യത്തിൻ്റെ കറുത്ത പാതകളിലൂടെ അലഞ്ഞ് പാപത്തിൻ്റെ മായാമോഹങ്ങളിൽ വ്യാപരിച്ച് വിവാഹം കഴിക്കാതെ ഒരു ശിശുവിൻ്റെ പിതൃത്വം സ്വീകരിക്കേണ്ടി വന്ന വ്യക്തിയാണ് അഗസ്റ്റിൻ. അദ്ദേഹം തന്നെ പറഞ്ഞു, തൻ്റെ ജീവിതത്തിലെ ഈ ആന്തരികമായ മോഹത്തെപ്പറ്റി അവസാനം ദൈവത്തിലേക്ക് തിരികെ വരുമ്പോൾ അദ്ദേഹം കണ്ടെത്തുന്ന ആ സംതൃപ്തിയെപ്പറ്റി, സൗഭാഗ്യത്തെപ്പറ്റി, ചിരപുരാതനവും നിത്യനൂതനവുമായ സൗന്ദര്യമേ, നിന്നെ ഞാൻ അറിയാനും സ്നേഹിക്കാനും എത്രയോ വൈകി. അങ്ങനെ ചിരപുരാതനവും നിത്യനൂതനവുമായ ആ ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയായി മാറി. ആ പാരതന്ത്ര്യത്തിൻ്റെ ഇരുൾ നിറഞ്ഞ പാതയിലൂടെ ഏറെ ദൂരം ചരിച്ച അഗസ്റ്റിൻ ഇതാ പുതിയ പ്രകാശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇടയായി. 17 ചപല നാളുകളിലാണ് അവിഹിത ബന്ധത്തിലൂടെ ഒരു ജാരസന്തതി അഗസ്റ്റിന് ഉണ്ടായത്. ആ ഭാവി വിശുദ്ധൻ റോമിലേക്കും മിലാനിലേക്കുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അദേദാത്തൂസ് ദൈവദത്തൻ എന്ന ആ പുത്രനും അവിഹിത ബന്ധത്തിൽ കഴിച്ചിരുന്ന ആ സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മ മോനിക്കയുടെ കണ്ണീരും പ്രാർത്ഥനയും ഉപവാസവുമൊക്കെ ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ആദ്യം വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചെങ്കിലും ചരിത്രത്തിൽ ഇപ്പോഴും അജ്ഞാതമായ കാരണങ്ങളാൽ ആ വിവാഹം നടന്നില്ല. അവസാനം ആ സ്ത്രീയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനെപ്പറ്റിയും വിശുദ്ധൻ കുംഭസാരം എന്ന കൃതിയിൽ എഴുതുന്നത് ഇപ്രകാരമാണ്: ഷി വാസ് സ്ട്രോങ്ങർ ദാൻ ഐ, അവൾക്ക് എന്നേക്കാൾ കരുത്തുണ്ടായിരുന്നു. ആൻഡ് മെയ്ഡ് ഹെർ സാക്രിഫൈസ് വിത്ത് കറേജ് ആൻഡ് ജനറോസിറ്റി വിച്ച് ഐ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഇമിറ്റേറ്റ്. അവളുടെ ആ കരുത്ത് എനിക്ക് അനുകരിക്കാൻ പറ്റാത്ത വിധമായിരുന്നു. അത്രയും ത്യാഗമെടുക്കുവാനുള്ള മനോഭാവമുണ്ടായിരുന്നു. അങ്ങനെ അദേദാത്തൂസ് എന്ന ആ ജാരസന്തതിയുടെ അമ്മ കാർത്തേജിലേക്ക് യാത്രയാകുകയും അവിടെ ഒരു ആശ്രമത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ത്യാഗത്തിലുമൊക്കെ ജീവിച്ചു എന്നാണ് ചരിത്രം. അവസാനം വിശുദ്ധമായ ഒരു മരണം അവൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. മിടുക്കനും ബുദ്ധിശാലിയുമായിരുന്ന ആ മകനുമായി അദേദാത്തൂസുമായി അഗസ്റ്റിൻ മിലാനിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ ആ യാത്രയിലാണ് വിശുദ്ധ അത്തനേഷ്യസ് എഴുതിയ മരുഭൂമിയിലെ വിശുദ്ധ അന്തോനിസിൻ്റെ ജീവിതചരിത്രം വായിക്കുവാൻ ഇടയായത്. അങ്ങനെ അത് സാവധാനം മാനസാന്തരത്തിലേക്കും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പാത തിരഞ്ഞെടുക്കുന്നതിനും ഉപകരണമായി. അങ്ങനെ മിലാൻ പട്ടണത്തിലെ ഒരു പൂന്തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വരം വിശുദ്ധൻ ശ്രവിച്ചു: തോള്ളെ ലേജെ, ടേക്ക് അപ്പ് ആൻഡ് റീഡ്, എടുത്തു വായിക്കുക. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ 13 അധ്യായം 13 14 അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞത്. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക്
നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. അങ്ങനെ ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് പ്രകാശത്തിൻ്റെ പുതിയ പാതയിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തുന്നതെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നതാകുമെന്നും അഗസ്റ്റിൻ കണ്ടെത്തി. അങ്ങനെയാണ് 388 ആണ്ടിലെ ഈസ്റ്റർ രാവിൽ അദേദാത്തൂസിനോടൊപ്പം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് മിലാനിലെ അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ അംബ്രോസിൽ നിന്നും 33-ാമത്തെ വയസ്സിൽ. ഒരു വർഷത്തിനു ശേഷം അദേദാത്തൂസ് മരണം വരിക്കുന്നു 16-ാമത്തെ വയസ്സിൽ. പിന്നീട് 391-ാം ആണ്ടിൽ അഗസ്റ്റിൻ പൗരോഹിത്യത്തിലേക്കും 41-ാം വയസ്സിൽ ഹിപ്പോയിലെ മെത്രാൻ പദവിയിലേക്കുമൊക്കെ ഉയരുന്നു. 103 അതിശ്രദ്ധേയങ്ങളായ പുസ്തകങ്ങൾ എഴുതി. ഞാൻ എന്നെ നശിപ്പിച്ചു, എൻ്റെ സൃഷ്ടാവ് എന്നെ പുനർജീവിച്ചിരിക്കുന്നു. സൃഷ്ടാവിൻ്റെ ആ പാതയിലൂടെയുള്ള ജീവിതമാണ്, ആ സൃഷ്ടാവിൻ്റെ പദ്ധതിയിലൂടെയുള്ള ആ പദ്ധതി സ്വന്തമായി സ്വീകരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് അഗസ്റ്റിനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ വിശുദ്ധഹിതം അനുസരിച്ച് ജീവിക്കുകയും ആ ഹിതമനുസരിച്ച് നന്മയിലേക്ക് സമൂഹത്തിൽ കൂടുതൽ അനുഗ്രഹവും നന്മയും കൊണ്ടുവരുന്ന വിധത്തിൽ ഒരു സ്നേഹ സാന്നിധ്യമായി തീരുമ്പോഴാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങളുടെ യഥാർത്ഥ ജീവൻ്റെ സമൃദ്ധി. ആ സമൃദ്ധിയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദവും ആശ്വാസവും അനുഭവിക്കാനാകുക. ദൈവമേ, ആ നന്മയിലേക്ക് ഞങ്ങളുടെ ജീവിതം തിരിച്ചുവിടുവാൻ, അങ്ങയുടെ ആ വിശുദ്ധ പദ്ധതി അനുസരിച്ച് ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ രക്ഷകനായ ദൈവത്തിലെന്നും ആനന്ദിക്കുവാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ നൽകി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് വരം തരണമേ. വിശുദ്ധ അഗസ്റ്റിനെ പോലെ അങ്ങയുടെ പ്രിയസുതനായ ക്രിസ്തുവിനെ ധരിക്കുവാനും അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പാതയിലൂടെ ചരിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ഞങ്ങൾക്ക് വരമേകണമേ. പ്രിയമുള്ളവരെ, യോന നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സമർപ്പിക്കുമ്പോഴാണ്, അങ്ങനെ സമൂഹത്തിൽ നന്മയും നീതിയും സത്യവും പുലരുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ പൂത്തുലയുന്നത്. അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെന്ന് പറയാനാകുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാം, ഈ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിക്കാം, സമൂഹത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനു വേണ്ടി സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.